ഹലോ ഹലോ ഹലോ, താൻ ഇതെവിടാടോ? സാറേ ഞാൻ വന്നോണ്ടിരിക്കുക സാറേ. താൻ എന്ത് പരിപാടിയാടോ കാണിച്ചത്? ഇടോ, നിങ്ങൾ പറഞ്ഞ ഇവിടെ നമുക്കൊരു സ്റ്റേഷനിലൊരു പരാതി കിട്ടിയില്ലായിരുന്നോ? ഓ, ഞാൻ ബംഗ്ലാവില്ലേ? ആ, ബംഗ്ലാവ്. അതായത് ആ ആളൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലം. ഇടോ, അവിടോട്ട് 2 പോലീസുകാരെ ഞാൻ ഡ്യൂട്ടിക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് താൻ എന്താണ് ഇടത്ത്? സാറേ ഞാൻ അരമണിക്കൂർ മുമ്പ് അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടായിരുന്നു. അവരവിടെ ഉണ്ട് സാർ. എന്നിട്ട് ഇവിടെ ഒരു മനുഷ്യനുമില്ല. അയ്യോ സാർ, അവരവിടെ ഉണ്ടാവും സാർ. തപ്പി നോക്കിയാൽ കാണും. SI ചോരത്തിളപ്പൻ തപ്പി നോക്കാനോ? ഞാനൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു പോയടോ. ചോരത്തിളപ്പന് ദേഷ്യം ഉണ്ടാക്കുന്ന രീതിയിലാണോ നിങ്ങൾ പെരുമാറുന്നത്? ഇടോ, സത്യം പറഞ്ഞാൽ ഇതൊരു ഡ്രാക്കുള കോട്ട പോലെ ഇരിക്കുന്നു. എനിക്കിവിടെ പേടിച്ചിട്ട് നിൽക്കാൻ വയ്യുന്നു. സാറ് വലിയ ചോരത്തിളപ്പനാന്ന് പറഞ്ഞിട്ട് സാർ ഇതിന് മാത്രം പേടിപ്പിക്കുന്ന എന്തിനാ സാറേ? പെട്ടെന്ന് വേണോ ഇങ്ങോട്ട്? സാറേ ഞാൻ വന്നോണ്ടിരിക്കും. ഓൺ ദ വേ ആണ്. ഇപ്പൊ വരാം സാർ. ഇപ്പൊ വരാം. ഓക്കെ. ഹലോ ഹലോ, കോൺസ്റ്റബിൾസ്. അയ്യോ, അടിക്കരുത്, അടിക്കൂടാതെ. വേണ്ട വേണ്ട വേണ്ട. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. പ്രേതം, പ്രേതം, പ്രേതം. എവിടെ പ്രേതം? നിന്റെ തൊട്ടു പറയ പ്രേതം. പുറകോട്ട് നോക്ക്. ഇവിടെ എവിടെ പ്രേതം? സാറിന് എന്ത് പറ്റി? പിന്നെ നിൽക്കുന്ന പ്രേതമല്ലേ? ഈ നിൽക്കുന്ന പ്രേതമല്ലേ? തനിക്ക് ഭ്രാന്ത് പിടിച്ചോടോ? സാർ എന്തൊക്കെയാ പറയുന്നത്? സാറിനൊന്നും മനസ്സിലായില്ലേ? ഇല്ല സാറേ, ഇവിടുത്തെ കോൺസ്റ്റബിൾ റിങ്കു. ഇത് കോൺസ്റ്റബിൾ സരസൻ. സരസനെ സാറേ. തൊട്ട് നോക്കാൻ താനൊന്നും അച്ചാറാണോ സാറേ? ഇപ്പൊ ഇത് സാറേ, ഞാൻ ശാന്ത, കോൺസ്റ്റബിൾ ശാന്ത. അയ്യടി, എന്താ നിങ്ങൾ ഇങ്ങനെ? നമ്മുടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ ബംഗ്ലാവിൽ ഉണ്ടെന്ന് പറഞ്ഞ് പരാതി വന്നല്ലോ. കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഇവിടെ വെച്ച് കച്ചവടം ചെയ്യുന്നു, ഇവിടെ വന്ന് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള പരാതി കിട്ടി. അവരെ ഒന്ന് പേടിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കോൺസ്റ്റബിൾ എല്ലാം കൂടി ഒന്ന് പ്ലാൻ ചെയ്തതാണ്. മനസ്സിലായില്ലേ സാറിന്? നിങ്ങൾ 3 പേരുടെ പ്ലാൻ ചെയ്താണോ ഈ എച്ച് വേഷം കെട്ടലൊക്കെ? അതെ. ഞാൻ പിന്നെ സരളയുടെ കാര്യം ഓക്കെയാണ്. ശാന്തയുടെ കാര്യം ഓക്കെയാണ്. ഏകദേശം എച്ചിയുടെ ഷേപ്പ് ഒക്കെ ഉണ്ട്. അതെ, ഇതെന്തോ ഈ ഉദ്ദേശിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കൊന്നത്തങ്ങ് പോലത്തെ താൻ എന്തിനാണ് വേഷം കിട്ടുന്നത്? പേടിക്കാൻ വേണ്ടിയാ സാർ. പേടിക്കാൻ വേണ്ടി അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ താൻ പോയ യൂണിഫോം എടുത്തിട്ട്. ശരി സാർ. ഇല്ലെങ്കിൽ ഞാൻ പീഡന കേസിനകത്താകും. എന്തോ ശരീരമായത്. ഉഗ്ര രക്ഷയാണ്. ആ, പറഞ്ഞു. നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴേ അവർ ഈ മയക്കുമരുന്ന് അടിക്കാനൊക്കെ വരുമല്ലോ സാറേ. വരും. പെട്ടെന്ന് നമ്മളൊരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടങ്ങ് ചാടി ചെല്ലുമ്പോഴത്തേക്ക് ഇവര് നമ്മളെ കണ്ട് പേടിച്ച് പിന്നെ ഈ പരിസരത്തേക്ക് വരത്തേയില്ല. വെരി ഗുഡ്. എനിക്കെന്താണ് എന്റെ ബുദ്ധിയിൽ എന്താണ് ഇത് വരാഞ്ഞെന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ഒരു കാര്യം, നമുക്ക് അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുക. ആരെങ്കിലും വരുവാണെങ്കിൽ അവന്മാര് വരും. അവന്മാര് നമ്മുടെ വലയിലാകും. അവനെ ഞാൻ വലയിലാക്കിട്ടെ എവിടെ ഒളിപ്പിക്കും? ഇതിന്റെ തൂണിന്റെ എടാ, ഞാൻ വരികയല്ലേ. നീ പിന്നെ നിങ്ങൾ വിളിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നീ പിന്നെ വാ എന്ന് പറഞ്ഞ് പുറകെ ഒന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഭ്രാന്താക്കരുത് മനുഷ്യനെ. ഞാൻ പോയി പേടിപ്പിക്കട്ടെ? നിങ്ങളിപ്പോ പോവണ്ട. ഞാൻ ഓർഡർ ഇടും, അന്നേരം പോയാ മതി. സല്യൂട്ട് അടിക്കരുത്. ശരി സാർ. ഇപ്പം ശാന്ത കോൺസ്റ്റബിൾ അല്ല, യക്ഷിയാണ്. ശരിക്കും മനസ്സിലായോ? എടാ, ഒരു മര്യാദ വേണം മനസ്സിലായി കഴിഞ്ഞാൽ. ഒരു കൂട്ടുകാരനല്ല, അപ്പൊ അതിന്റെ അനുസരിച്ച് മര്യാദ അനുസരിച്ച് സംസാരിക്കണം. അല്ലാതെ പിടിച്ചു വലിക്കരുത്. എടാ, വലിക്കല സാറേ. ഒട്ട കീറിയാൻ പറ്റുന്നുണ്ട്. അവന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. മൂത്ത കഞ്ചാവ് മാത്രമല്ല, MDMA ആണ്. ഞാനൊന്ന് പോട്ടെ. പിന്നെ അവൻ കണ്ടോണ്ട് പേടിച്ചു പോയടാ. താനെവിടെ പോന്നു? തന്നെ കണ്ടാ തിരിച്ചു ചാവൂ. അങ്ങോട്ട് പോയടാ. പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് പറയുന്നതാ. ഞാൻ പേടിച്ചു പോയി. ഇവിടെ ഇരിക്കട്ടെ, സ്വസ്ഥതാടാ. മനുഷ്യനെ ഭ്രാന്താക്കല്ലേ. എവിടെയായിരുന്നത്? ഞാൻ ഇച്ചിരി ബിസിയാണ്. നിന്നെ പോലെ ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് എല്ലാവരെയും കാണണ്ടേ. പിടിച്ചു വലിച്ചിട്ട് പോലെ ഇവിടെ നിൽക്കല്ലോ. എന്താ ഡിക്സാ ഇത്? ഇവൻ വിടുന്നില്ലെന്നേ. ജാക്സൺ, അവനെ വിടൂ.
ഡിക്സനെ വിടൂ. ജാക്സൺ മാറി നിൽക്കൂ. എടാ വിടറാ. ഛെ, ഒരു കാര്യം ചെയ്യ്. 2 രൂപ. ആ നീ വാ. 2 രൂപ. കൊടുക്ക്. വിട്ടിട്ട് നിക്ക് കൈമേന്ന്. കൈമ കിടന്നു കൊണ്ടതിനാ. ആ ഇപ്പൊ റെഡിയാക്കി തരാം ഞാൻ. സാറേ പൊടിയാണോ ഗുളിയാണോ? ആ പൊടി മതി തൽക്കാലം. പൊടി മതി മതി ഗുളിയൊക്കെ നമുക്ക് പെട്ടെന്ന് പൊടിയാണ് നല്ലത്. അതെ. ആ വായെന്ന് പറഞ്ഞേ. നാക്ക് പൊക്കെ നാക്ക് എങ്ങനെയുണ്ട്? നല്ല തരിപ്പുണ്ട്. അല്ലേ ഇപ്പൊ മാറും പേടിക്കണ്ട. അതെ ഇവനും കൊടുത്തോട്. ആ ജാക്സൺ വാ തുറക്കൂ. നാക്ക് പൊക്കു ജാക്സൺ. എങ്ങനെയുണ്ട്? കിട്ടുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോട്ടാ നിന്റെ മയക്കുമരുന്നടിച്ച ചോര എനിക്ക് വേണോടാ. എനിക്ക് വേണം. നിന്റെ കുടൽമാല ഞാൻ വലിച്ചു പറിച്ചെടുക്കടാ. ഞാൻ ഡാർക്കുള. അപ്പൊ ഡ്രാക്കുള. നിന്റെയൊക്കെ ചോര കുടിക്കാൻ വന്നതാണ്. നീയൊക്കെ ഇവിടെ ശല്യമാണല്ലേ? ഞങ്ങളുടെ വിഹാര കേന്ദ്രത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? അയ്യോ ഞങ്ങള് വെറുതെ വന്നതാണ്. പോലീസായിരുന്നാ? പിന്നെ ഞാൻ പോലീസല്ല, ഞാൻ SI. ഇവരൊക്കെയാണ് പോലീസ്. ഞാനെന്താ ഇവിടെ നിന്നോ? എടാ നിന്റെയൊക്കെ ഇവിടുത്തെ മയക്കുമരുന്ന് പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയാടാ ഞങ്ങൾ ഇവിടെ വന്നത്. സാറേ ഇവനാണ് കഞ്ചാവിന് അടിമ. ഇവൻ ഈ കഞ്ചാവ് കച്ചവടക്കാരനാണ്. അധ്യാപകന്റെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് കഞ്ചാവ് കച്ചവടം. നീ മാഫിയയുടെ അല്ല സാറേ, മാഫിയയുടെ ആളല്ല സാറേ. മുട്ടാലി കെട്ടുമ്പോ പെട്ടി കെട്ടി വെക്കുന്നോടാ. ഒരു അക്ഷരോടെ മുന്നണ്ട. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഈ മാതിരി വൃത്തികെട്ട പരിപാടി ഞാൻ അനുവദിക്കത്തില്ല. മനസ്സിലായോ? നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്നത് കേക്ക് സാറേ. എന്താണ് പറയാനുള്ളത്? ഇത് ഡിക്സൺ. ഡിക്സണോ? എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ ഡോക്ടർ രമേശ്, സൈക്കാട്രിസ്റ്റ്. അതെ. അതെന്തിനാണ് ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് ചികിത്സിക്കുന്നത്? ഇവന്റെ അസുഖം. അതായത് ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോഴേ ഒരുത്തം വന്ന് തന്നെ വിളിക്കും. ബാബാ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഞാനും എഴുന്നേറ്റ് പോരും. വിളിച്ച ഉടനെ കൂടെ ഇറങ്ങിപ്പോ നീ എന്തോ പെരന്നിറങ്ങിയിരിക്കണോ? ഉറക്കത്തിലാണ് സാറേ. ഉറക്കത്തിലോ? അതിനെന്താണ് സോംബനാംബുലൻസും? എന്താണ് സോംനാംബുലിസം? അങ്ങനെയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിക്കത് രോഗമാണ്. അപ്പോ എനിക്കറിയാം പുള്ളി രാത്രി ഉറക്കൊഴിച്ച് നേരെ ഉറക്കൊഴിച്ച് ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം. അപ്പൊ പുള്ളിയുടെ വീട്ടിൽ തന്നെ കോൾ ചെയ്യും. സ്ഥിര ലൊക്കേഷൻ ആണ് ഇതില്ലേ? അതെ എന്നെ കോൾ ചെയ്യും. ഞാൻ വരും, മരുന്ന് കൊടുക്കും, ഭേദമാക്കും. 1000 രൂപ എന്റെ ഫീസ്. 1000 രൂപയുള്ളൂ. ഞാൻ നോർമലായത്. പിന്നെ ഇവന്റെ വീട്ടിന്റെ വാതിക്കൽ പോയി സാറൊക്കെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ വെച്ചൊക്കെ ചികിത്സിക്കരുതോ? ടൈം ഇല്ലല്ലോ സാറേ, എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉള്ളതല്ലേ. എന്തോ അസുഖങ്ങളൊക്കെ അല്ലേ സാറേ? ഇതിനകത്ത് എന്തോ നിഗൂഢതയുണ്ട്. എന്താണ് കാരണം? ഇവൻ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. വീട്ടിൽ ഇവനെ വിളിച്ചുണർത്താൻ വേറൊരാൾ വരുന്നു. അതാരാന്നറിയണ്ടേ? ഇവന്റെ കൂടെ ഒരാളുണ്ടല്ലോ. അതെ ശരിയാണല്ലോ. നീ കിടന്ന് ഉറങ്ങുമ്പോൾ നിന്നെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരാൻ ഒരാൾ വരുന്നു എന്നല്ലേ പറഞ്ഞത്? ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുമ്പോൾ നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞങ്ങൾ പൊക്കും. ജാക്സൺ നീ എവിടെ? ജാക്സൺ ഇവിടെ ഇപ്പൊ ജാക്സൺ. ഞാൻ വിളിച്ചപ്പോ വന്നു. ഇവിടെ ഇപ്പൊ അടുത്തിപ്പോണ്ട്. എവിടെ? അവിടെ ആരുമില്ല. സാറിന് കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. റിങ്കു മാത്രമേ ഉള്ളൂ അവിടെ. അല്ല ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, സാറിന് കാണാൻ പറ്റില്ല ജാക്സനെ. സാറിന് സാർ നോക്കി ചിരിക്കുന്നു. സാറേ എന്നെ ചിരിക്കും സാറേ. എന്നെ നോക്കി ചിരിക്കുന്നു. സാറൊന്ന് ചിരിക്കേ. സാറേ. അയ്യോ ജാക്സൺ ഹായ് കാണിക്കുന്നു. എന്നെയോ? ഹായ് ജാക്സ്. സുഖമാണെന്ന് ചോദിക്കുന്നു സാറിനെ. സുഖമാണെന്ന് ചോദിക്കാൻ നിന്റെ സുഖം തിരക്കാൻ വന്നിരിക്കുന്നു. എന്റെ കൈ കിട്ടിയ നീ വിട്ടത്തോടാ. കൈ കിട്ടിയാൽ ഇടിച്ചതിന്റെ കൂമ്പ് ഞാൻ മാട്ടും. സാറേ എന്താ അവിടെ? എന്താ സാറെന്ത് കാണിച്ചു? ജാക്സന് 2 അടി കൊടുത്താണ്. ജാക്സൺ ഇവിടെ വന്നിരിക്കുന്നു. ജാക്സൺ ഉമ്മാർ എന്താണ് കാണിക്കുന്നത്? വേണ്ട മനസ്സിലാവുന്നുണ്ടാ? ഞങ്ങളെ കേരള പോലീസുകാർ ചോറ് തന്നെ ഉണ്ടെന്ന് മനസ്സിലായോ? നീ കൊറേ നേരമായി
എസ് ഐ ചോരത്തിളപ്പിനെ പറ്റിക്കാന്ന് നീ വിചാരിച്ചോടാ. രണ്ടിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പ് കയറ്റ. അയ്യോ അയ്യോ അറസ്റ്റ് ചെയ്യരുത് സാർ. സാർ ഇതെന്റെ ഭർത്താവാണ് സാർ, കുറ്റവാളിയല്ല സാർ. അതെ സാർ, ഞാൻ ഡോക്ടറാണ് സാർ, എന്റെ ഭാര്യയാണ് സാർ. അതെ സാർ. ഞങ്ങൾ കഞ്ചാവ് കച്ചവടക്കാരൊന്നും ഒന്നും അല്ല സാർ. അതെ സാർ, ഈ എന്റെ ഹസ്ബൻഡിന്റെ പേഷ്യന്റ് ആണ് സാർ, മരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാ. സത്യമാണ് സാർ. ഓ സോറി മാഡം, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ പെട്ടെന്ന് വിശ്വസിച്ചില്ല. ഓ ശരി സാർ. അതെ സാറേ, ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഈ പ്രായത്തിന്റെ വേഷം കെട്ടിയവരൊക്കെ? അതെ, ഞങ്ങള് അതായത് ഈ ബംഗ്ലാവില് കുറെ നാളായിട്ട് ഇങ്ങനെ തുറക്കാതെ ഇട്ടേക്കുന്ന ഒരു ബംഗ്ലാവാണ്. അതെ അതെ. അത് കാരണം ഈ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ഉണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് നിരന്തരം പരാതി കിട്ടിയതിന്റെ ഫലമായിട്ട് ഇവിടെ വരുന്നവന്മാരെ ഒന്ന് പേടിപ്പിച്ച് വിടാനും അതിനുവേണ്ടി ഞങ്ങൾ പോലീസുകാർ വേഷം കെട്ടിക്കൊണ്ട് നിർത്തി തരാണ്ട് കോൺസ്റ്റബിൾസ് ആണ്. സാർ നിങ്ങൾ എത്ര പേടിപ്പിച്ചാലും ഇവര് പോകൂല സാറേ, സാമൂഹ്യ വിരുദ്ധർ ഇവിടുന്ന് പോകൂല. എടാ, ഞങ്ങൾ ഇപ്പൊ ഈ ചെറിയ സെറ്റപ്പിലാണ് വന്നത് പേടിപ്പിക്കാൻ. അടുത്ത തവണ ഞങ്ങൾ വരുമ്പോ വലിയ സെറ്റപ്പിൽ വരും, കൂടുതൽ ഭീകരതയോടെ ഞങ്ങൾ വരും. എത്ര സെറ്റപ്പിൽ വന്നാലും ഈ പരിപാടി ഏക്കൂല. ഏക്കല്ലോ? ഇല്ല. പേടിച്ചെങ്കിലോ? പേടിക്കില്ല, ഏക്കൂല. പേടിക്കും പേടിക്കും പേടിക്കും. ഏക്കത്തില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? എന്റെ പൊന്ന് സാറേ, 10-15 കൊല്ലം മുമ്പ് മരിച്ച ഞങ്ങൾ 3 പേരും ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞിട്ട് ഉമ്മാരെ പേടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അല്ലേ വേഷം കെട്ടി വന്ന ഡ്യൂപ്ലിക്കേറ്റ് പ്രേതങ്ങളായി നിങ്ങൾ. 15 വർഷമായിട്ട് മരിച്ചതാ.